മുഖങ്ങൾക്കപ്പുറം ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള വൈറ്റിലയിലുള്ള ഡോക്ടർ സു എന്ന ഒരു അനിമൽ പെറ്റ്സ് ഹോസ്പിറ്റലിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അത്യാധുനികമായ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് പെറ്റ്സിന് വേണ്ടിയിട്ടുള്ളത്. ഇതിന്റെ ഫൗണ്ടറും ഇതിന്റെ മെയിൻ നടത്തിപ്പുകാരനുമായ മിസ്റ്റർ സുധിൻ വിളങ്ങാടൻ, അദ്ദേഹം ഒത്തിരി വർഷമായിട്ട് പല ബിസിനസ് നടത്തുന്ന ആളാണ്. അദ്ദേഹത്തോട് നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനുണ്ടായ സാഹചര്യമെന്നും എങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് വന്നതെന്നും എന്തൊക്കെ സർവീസുകളാണ് ഈ ഡോക്ടർ സൂവില് അതിന്റെ പേഷ്യൻസ് ആയിട്ടുള്ള സാധാരണ അനിമൽസിനും പെറ്റ്സിനും എല്ലാവർക്കും എന്തൊക്കെയാണ് അദ്ദേഹം നൽകുന്നതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സുധിൻ, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ്, വെൽക്കം. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യം തന്നെ നന്ദി. സുധിൻ, എന്താ പറയാ, അക്വാസെൻ എന്നുള്ളൊരു വലിയൊരു ബ്രാൻഡ്, എന്താ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വാട്ടർ പ്യൂരിഫയേഴ്സും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്. തികച്ചും അതിൽ നിന്ന് മാറിയ ഒരു സാധനമാണ് ഈ ഡോക്ടർ സു എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്ക്. എന്തായിരുന്നു അങ്ങനെ ഒരു സാധനം തുടങ്ങാനായിട്ട് എങ്ങനെയാണ് സുധിനൊരു ചേതോവികാരം എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് വന്നു എന്നുള്ളത് അത്ഭുതം. ഞാൻ ആദ്യം ഞാൻ ആലോചിച്ചത് എങ്ങനെ ഒന്നും തമ്മിൽ ബന്ധപ്പെടുത്താൻ പറ്റില്ല, ഒന്നും ബന്ധപ്പെടുത്താൻ പറ്റാത്തൊരു ഇൻഡസ്ട്രി. 2 വർഷമായിട്ട് വളരെ നന്നായിട്ട് പോകുന്നു. എങ്ങനെയായിരുന്നു സുധിന് ഇതിലേക്കുള്ള ഒരു തിരിച്ചറിവ്? എനിക്ക് ചെറുപ്പം മുതലേ പെറ്റ്സിനെ വളരെ ഇഷ്ടമുള്ളതാണ്. എനിക്ക് പെറ്റ്സ് വീട്ടിലുണ്ടായിരുന്നു. സ്കൂളിംഗ് സമയത്തൊക്കെ എനിക്ക് 2-3 പെറ്റ്സ് ഒക്കെ ഒരേ സമയത്ത് ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ കുറച്ചു നാള് നോക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഞാനൊന്ന് മാറിയായിരുന്നു അതിൽ നിന്ന്. അത് കഴിഞ്ഞ് വീണ്ടും നമുക്കൊരു സമയമൊക്കെ കിട്ടി തുടങ്ങിയപ്പം വീണ്ടും പെറ്റ്സ് നമുക്ക് വന്നു, വീട്ടിലുണ്ട്. ഇപ്പൊ 4 പേരുണ്ട് വീട്ടിൽ 4 പേരുണ്ട്. അപ്പം ഒരാളുടെ ഒരു ഡെലിവറി ആയിട്ട് എനിക്ക് 2 ഷിറ്റ്സും 2 ലാബും ഉള്ളത്. ഒരാളുടെ ഡെലിവറി ആയിട്ട് ഞാനിവിടെ 1-2 ഹോസ്പിറ്റലുകളിൽ പോകേണ്ടതായിട്ട് വന്നു, സ്കാനും എക്സ്റേ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ അകത്തൊരു ഓപ്പർച്യൂണിറ്റിയും, ഞാനിങ്ങനെ പല കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പൊ അതിന്റെ അകത്ത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും കുറെ ഹൈജീൻ ഫാക്ടേഴ്സിന്റെ പോരായ്മ ഉണ്ടെന്നും മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റില് ഒരു ഹൈജീനോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഹോസ്പിറ്റൽ തുടങ്ങണം എന്നുള്ളൊരു ആശയം മനസ്സിലോട്ട് വന്നത്. ഇത് നമ്മുടെ തന്നെ ഓൺ ബിൽഡിംഗ് ആണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് കൺസ്ട്രക്ട് ചെയ്ത് നമ്മളങ്ങനെ ഇത് മനസ്സിൽ കണ്ടു തന്നെയാണ് ഈ ബിൽഡിംഗ് കെട്ടിയത്. ആക്ച്വലി ഈ ബിൽഡിംഗ് കെട്ടിയത് അതിന് വേണ്ടിയിട്ടല്ല. ഞാൻ പയ്യെ ഒന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇവിടെ. ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഫൗണ്ടേഷൻ ഒക്കെ അങ്ങ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് ഈ ആശയം ഞാൻ അതോടുകൂടി വേറൊന്നും ചേഞ്ചസ് ഒന്നും വലിയ കാര്യങ്ങൾ വേണ്ടി വന്നില്ല, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അല്ലേ, കൊള്ളാം. ഈ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ അടുത്ത കാലങ്ങളിലാണ് വന്നേക്കണത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ നല്ല ഹൈടെക്, പണ്ട് നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിന്റെ ടോട്ടൽ കൺസെപ്റ്റ് മാറിയില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഇനാഗുറേഷൻ വന്നപ്പോ തന്നെ ഞാനും വണ്ടറടിച്ചു കേട്ടോ. അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ നമ്മള് പച്ചമലയാളത്തിൽ പറയും മൃഗാശുപത്രി എന്നൊക്കെ ഉള്ള ഒരു സ്റ്റൈലിലുള്ള പെറ്റ്സ് ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഹൈടെക് ആയിട്ടുള്ള വളരെ ആധുനിക സൗകര്യങ്ങളുള്ള സ്കാനിങ്ങും എക്സ്റേയും ഈ പറഞ്ഞ ഗ്രൂമിങ്ങും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ഒരു സംഭവം. അപ്പൊ എനിക്ക് പിന്നീട് മനസ്സിലായി ഇതിന് നല്ലൊരു, എന്താ പറയാ, ഒരു വിഷണറിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് പെറ്റ്സിനെ നമ്മള്, ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു പെറ്റ്സിനോട് താല്പര്യമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ലൊരു കെയറും സപ്പോർട്ടും കൊടുക്കുന്ന സ്ഥലങ്ങൾ കുറവാണ്. അപ്പൊ അത്രയും ഒരു റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും അത് ഇത്ര നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതും വലിയൊരു കാര്യമാണ് കേട്ടോ. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. ആക്ച്വലി നമ്മൾ ഇത്രയും വലിയ ഫെസിലിറ്റിയും ടെക്നോളജി വൈസും ആംബിയൻസ് വൈസും ഏരിയ വൈസും കേരളത്തിലെ ഫസ്റ്റ് ആണ്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില്, പെറ്റ് ഹോസ്പിറ്റലില് ഫസ്റ്റ് ടൈം ആണ്.
അപ്പം ടോട്ടലായിട്ട് ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡോക്ടർ കിഷോർ കുമാർ സപ്പോർട്ടിനുണ്ട്. പുള്ളി നമ്മുടെ ഒരു ഡയറക്ടറും കൂടെയാണ്. കിഷോർ കുമാർ, ഡോക്ടർ സോണിക കിഷോറിന്റെ വൈഫാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ടീമായിട്ട് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു നല്ല 2 ഡോക്ടേഴ്സിനെ നമുക്ക് കൂട്ടിന് കിട്ടി. അപ്പൊ അവര് നമ്മുടെ പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്കും കോൺസെപ്റ്റിലേക്കും ഒക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. നമ്മൾ ഈ ഡോക്ടർ സൂവില് പെറ്റ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ സർവീസസ് എന്തൊക്കെ അവർക്ക് കൊടുക്കുന്നത്? നമ്മൾ കൂടുതലും ഹോസ്പിറ്റൽ സൈഡാണ്. ഒരു 90% നമുക്ക് ഹോസ്പിറ്റലാണ് കാര്യങ്ങളാണ് കൂടുതലും നടക്കുന്നത്. നമ്മൾ കാണുന്ന സ്റ്റോറുകൾ, ആ സ്റ്റോർ ഉണ്ട് നമുക്കിവിടെ. അതുപോലെ തന്നെ ഗ്രൂമിംഗ് ഫെസിലിറ്റിയും നമുക്കിവിടെ ഉണ്ട്. കൂടാതെ ബോർഡിങ്, ടോയ് ബ്രീഡ്സിനാണ് ബോർഡിംഗ് ഉള്ളൂ. നമുക്കൊരു 7-8 പെറ്റ്സിന് എയർ കണ്ടീഷൻഡ് ബോർഡിംഗ് ഫെസിലിറ്റിയാണ് നമുക്ക് ഉള്ളത്. ലാർജ് ബ്രീഡ്സിന് നമുക്ക് ഇല്ല. കൂടാതെ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ എത്ര നാളത്തേക്ക്? അങ്ങനെ നമുക്ക് അങ്ങനെയില്ല. എത്ര ദിവസത്തേക്ക് വേണമെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോകാം. വലിയ കേജുകളാണ്. അത് കൂടാണ്ട് നമുക്ക് ഒരു പ്ലേ ഏരിയ അവർക്കുള്ളതുണ്ട്. പിന്നെ ഔട്ട്ഡോർ ആയിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അഴിച്ചൊക്കെ വിട്ട് അവർക്ക് റിലാക്സ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഈ മനുഷ്യനെ നോക്കാനാണോ പെറ്റ്സിനെ നോക്കാനാണോ എളുപ്പം? അതായത് നമ്മള് പെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ അല്ല. പണ്ട് നമുക്കൊരു പെറ്റിനെ വളർത്തുക എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വീട്ടിലൊരു കാവൽ എന്നുള്ള രീതിയിലായിരുന്നു. ഇന്ന് ആ ഒരു കോൺസെപ്റ്റ് മാറി. നമ്മുടെ സ്വന്തം പിള്ളേരെക്കാളും സ്നേഹിക്കുന്ന പെറ്റിനെ. അപ്പം ഞാനിപ്പോ വീട്ടിൽ ചെന്നാലും താഴത്തെ 2 ലാബ് ഉള്ളവരെ കണ്ടിട്ടാണ് ഞാൻ മേലോട്ട് കയറുന്നത്. ഈ പറഞ്ഞ ശരിയാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിന്റെ സാഹചര്യം നോക്കി കഴിഞ്ഞാൽ ആദ്യം 2 മക്കളുണ്ടാവും. മിക്ക 2 മക്കളും പുറത്താണ്. അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് പ്രായമായാലും നമുക്ക് നോക്കാനും സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും വളരെ കറക്റ്റ് ആണ്. അതായത് ഏജ്ഡ് ആയിട്ടുള്ളവർ, ഇപ്പൊ ഇവിടെ ഞാൻ പലപ്പോഴും താഴത്തൊക്കെ ഞാൻ നിൽക്കുമ്പം ഏജ്ഡ് ആയിട്ടുള്ള ഒരു പെറ്റിനെ കൊണ്ട് വരും. അപ്പൊ ചിലപ്പം ഗ്രൂമിങ്ങിനായിരിക്കും വരുന്നത്. വന്നു കഴിയുമ്പോൾ ഞാൻ പറയാം, എന്നാ പോയിട്ട് വന്നോ, നമുക്കൊരു 2 hours ടൈം എടുക്കുമല്ലോ എന്ന് പറയും. ഞങ്ങൾക്ക് എങ്ങും പോകാനായിട്ടില്ല. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. ഇത്രയും വേറെ പെറ്റ്സിനെയൊക്കെ കണ്ട് ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്യും. സന്തോഷം. അങ്ങനെ അവര് വളരെ ഹാപ്പിയാണ്. അവർക്ക് മിണ്ടാനും പറയാനായിട്ടും പ്രായമായി കഴിയുമ്പോൾ ഒരു പെറ്റ് കൂടെ ഉള്ളത് വളരെ കംഫർട്ടബിൾ ആണ് അവർക്ക്. ഇപ്പം റീസെന്റ് പെറ്റ് തെറാപ്പി തന്നെ വന്നിട്ടുണ്ട്. ട്രെയിൻഡ് പെറ്റ്സിനെ ഇതുപോലെയുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് അവരെ ട്രെയിൻ ചെയ്യും. അവരെ ട്രെയിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻഡ് ഡോഗ്സ് ആണ്. അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ ഡോഗ്സ് സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സിസ്റ്റം ചില സിനിമയിൽ കാണുന്നവർ അങ്ങനെയുള്ള ഇപ്പം ഇത് ഇപ്പൊ ട്രിവാൻഡ്രത്ത് റീസെന്റ് ഞാൻ കേട്ടായിരുന്നു അങ്ങനെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വീട്ടില് സംസാരിക്കാനായിട്ട് ഒരാൾ വേണമല്ലോ. രാവിലെ എഴുന്നേൽക്കുന്നതിന് ഒരു അർത്ഥം വേണം എന്ന് പറയുന്ന പോലെ അവർക്കപ്പം ഇതിനുണ്ട്, ഇതിനെ നടത്താൻ കൊണ്ടുപോകാം, അതിന് ഫീഡ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ എൻഗേജ് ആവും. അതാണ് അവർക്ക് ഇപ്പൊ എല്ലാവർക്കും പറ്റുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏകാന്തത എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മാറും. അതെല്ലാവർക്കും അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ ഇപ്പൊ കസ്റ്റമറുടെ അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്ന പെറ്റ്സും വന്നു, അവരും വന്നു. അപ്പൊ അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് അവർക്ക് ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒരു റെഗുലർ ആയിട്ട് നമ്മൾ അതിനെ പഠിക്കുകയും അതനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ചെയ്യാറുണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഹോസ്പിറ്റൽ സൈഡാ കൂടെ നമുക്കിവിടെ സർജറീസ് എല്ലാം നടക്കുന്നുണ്ട്. ന്യൂട്രിങ്ങും സ്റ്റെറിലൈസേഷൻ സർജറീസും നടക്കുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് സ്കാനിങ് ഫെസിലിറ്റി ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, നമുക്ക് ഡിജിറ്റൽ എക്സ്റേ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് ഡേ ബൈ ഡേ നമ്മൾ ടെക്നോളജി വൈസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ ബാക്കിയുള്ള ലാബൊക്കെ നമുക്ക് ഇൻഹൗസ് ലാബൊക്കെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതും എടുത്തിരിക്കുന്നതും ഒക്കെ. അടുത്തൊരു 10 years നമ്മൾ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വെഹിക്കിൾ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളിപ്പം എടുക്കാൻ പോവാണ്. നമുക്ക് അവരെ ഇത്രയും നാളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പം ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ വന്ന് ഞങ്ങളിപ്പോ ആദ്യം എല്ലാം കൂടി ഇനീഷ്യൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി ആയപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ആക്കിയതാ. ഡെഫിനറ്റ് ആയിട്ടും കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട്, പക്ഷെ നമുക്ക് ഓൾ ടുഗെദർ ഇപ്പൊ നോക്കുവാണെങ്കിൽ വലിയൊരു ഇഷ്യൂസ് ഒന്നും ഇതുവരെയായിട്ടും പറയുന്നില്ല. പിന്നെ എല്ലാ കസ്റ്റമേഴ്സിനെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരിക്കലും അത് ആർക്കും പറ്റത്തില്ല. സാധിക്കും, 100% നമുക്ക് ആർക്കും സാധിക്കും. പറ്റത്തില്ല. പക്ഷെ നമ്മൾ വി ആർ ട്രൈങ് ഫോർ അവർ ബെസ്റ്റ്. നമ്മുടെ വെറ്റ് അസിസ്റ്റൻസ് ആണെങ്കിലും ഫുൾ ടീം ആണെങ്കിലും അത് നമ്മൾ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ അറിയാലോ, അത്രയും നമ്മൾ നീറ്റ് ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കെയർ ചെയ്യുന്നത്. അതെ, എനിക്ക് വന്നപ്പോ തന്നെ തോന്നി നമ്മൾ സാധാരണ നമ്മൾ മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇപ്പം ജീവനോടെ വരുന്നത്. 2 വർഷം കഴിഞ്ഞ് ഞാൻ വരുന്നത്. അപ്പം ഇപ്പോഴും ആ നമ്മുടെ ഇനാഗ്രേഷന് കണ്ടതിന്റെ അതിനേക്കാൾ ഭംഗിയായിട്ടുണ്ട്. അതിനാ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ബാക്കി അത് കൊള്ളാം, നല്ലൊരിതാണ്. പിന്നെ നമ്മൾ ഈ സ്റ്റാഫ് ശരിക്കും ഇപ്പൊ മനുഷ്യന് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കാര്യം നമുക്ക് അപ്പൊ തന്നെ പറയാം. പക്ഷെ മൃഗങ്ങൾ പലപ്പോഴും മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. അവർക്ക് അവരുടെ ഇത് കുറയ്ക്കാനല്ലാണ്ട് അല്ലെങ്കിൽ കരയാനല്ലാതെ അതിന് വേറെ ഒന്നും പറ്റില്ല. അപ്പൊ അവരുടെ ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ വേദന അല്ലെങ്കിൽ അവരുടെ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള സ്റ്റാഫ് വേണം നമുക്ക്. മെയിനായിട്ട് ഡോക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടിങ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും അവർ കുറച്ച് നോളജബിൾ ആയിരിക്കണം. ഇവരുടെ കാര്യങ്ങൾ എന്താണെന്ന്, കാരണം അവർക്ക് പറയാൻ പറ്റൂല പലതും. നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ട ആൾക്കാരാണ്. നമുക്കാണെങ്കിൽ പറയാം, എനിക്ക് ഡോക്ടർ എനിക്ക് ഇവിടെ ഒരു വേദന എടുക്കേണ്ടത് ഇവിടെയാണ്, മറ്റൊന്നും പറയില്ല. അതിന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവരോട് വളരെ കരുണയും അതുപോലെ കരുതലും താല്പര്യമൊക്കെ ഉള്ളവർക്ക് അവർ ചെയ്താലാണ് ഇവർക്കൊരു ഇത് കിട്ടുള്ളൂ. മാക്സിമം വാത്സല്യമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഇങ്ങനെയുള്ള നോളജബിൾ ആയിട്ടുള്ള സ്റ്റാഫിനെ അവർക്ക് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ് അതിന്റെ പരിപാടികൾ? നമുക്കിവിടെ 6 ഡോക്ടേഴ്സ് ആണ് ഉള്ളത്. 24 അവർ ഹോസ്പിറ്റലാണ്. 24 hours ആണ്. 24/7 തന്നെയാണ്. 24/7. ശരി. അപ്പൊ എനിക്ക് ഇവൻ മറ്റ് വലിയ ഹോസ്പിറ്റലിൽ പോലും നമുക്ക് എല്ലാ ഹോസ്പിറ്റൽസും 24/7 അല്ല. നമ്മളിവിടെ 24/7 ആണ്. കാരണം നൈറ്റിലൊക്കെ എമർജൻസീസ് വന്നു കഴിഞ്ഞാൽ കാരണം ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്തതാ. അത് ശരി. അപ്പൊ അന്ന് ഇങ്ങനെ ഫേസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ 24 hours വേണം. എമർജൻസി വന്നു, ഒരു ഡെലിവറി കേസ് വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കേസ് വന്നു, ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഇതിന് നമുക്ക് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ 24/7 ആക്കിയത്. ആദ്യത്തെ ഒരു 2 മാസം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ 24/7 ആക്കിയത്. ബാക്കി നമുക്കിവിടെ 24 സ്റ്റാഫോളം ഉണ്ട് വെറ്റ് അസിസ്റ്റൻസ് ആയിട്ട്. അതിൻ്റെ അകത്തൊരു 60% ആൾക്കാരും ഈ കോഴ്സ് പഠിച്ചവരാണ്. വെറ്റിനറി കോഴ്സസ് ഉണ്ട്. വെറ്റിനറി നഴ്സസിന് നമുക്ക് നഴ്സിംഗ് കോഴ്സ്, ഹ്യൂമൻ നഴ്സിംഗ് കോഴ്സ് നഴ്സിംഗ് ആയിട്ടുള്ള കോഴ്സസ് ഇവിടെ മണ്ണുത്തി ഗവൺമെന്റിന്റെ ഇതിൽ തന്നെ ഉണ്ട്, തൃശ്ശൂരുണ്ട്. അപ്പൊ അവിടെ പഠിച്ചവരാണ് കൂടുതലും ആൾക്കാർ. ഡോക്ടേഴ്സ് എല്ലാവരും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഞാനിപ്പോ നമ്മുടെ കിഷോറിനെ തന്നെ വായിച്ചായിരുന്നു. അദ്ദേഹത്തിന് പുള്ളി പിന്നെ ഓർത്തോപീഡിയക്കിലേക്ക് തന്നെ ഒത്തിരി യുഎസിലൊക്കെ വർക്ക് ചെയ്ത് അത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ സർജറീസും ഈ പറഞ്ഞ പോലെ ഏതാണ്ട് അറൌണ്ട് ഒരു 12,000 സർജറീസോളം ചെയ്തിരിക്കുന്ന ഓൾറെഡി ഡൺ. അപ്പം അത്രയും എക്സ്പെർട്ടൈസ് ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സും. പിന്നെ അവർക്കെല്ലാം എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിന്റെ ഇതില് റിവ്യൂസ് നോക്കുവാണെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയുന്നത്, പാഷനുള്ള ആൾക്കാരെ. ഈ ഒരു ഇൻഡസ്ട്രിയിൽ പറഞ്ഞെങ്കിൽ പാഷൻ വേണം. അതല്ലെങ്കിൽ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ പെറ്റ്സിന്റെ അസുഖങ്ങള് എന്താന്നുള്ളത് ഇവർക്ക് കണ്ടും ഡയഗ്നോസ് ചെയ്തൊക്കെ മനസ്സിലാവും. മൃഗങ്ങള് ഭാഷ സംസാരിക്കും. അപ്പൊ അത് മനസ്സിലാവും. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പോകുന്നുണ്ട്. അപ്പം എങ്ങനെ നമ്മളപ്പം ഇപ്പൊ ഈ ലോകത്തിന് മറ്റു സ്ഥലങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണോ ഇപ്പോ, അതോ നമ്മൾ ഇവിടേക്കും അതൊക്കെ നമുക്ക് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാവിയിലാണെങ്കിൽ പോലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതുണ്ടോ? അതിനെന്താ സുധിന്റെ ഒരു പ്ലാൻ എങ്ങനെയാണ് അതിന്റെ? ഇപ്പൊ തന്നെ റീസെന്റ് മുംബൈയില് രത്തൻ ടാറ്റ പുള്ളിയുടെ ഇനീഷ്യേറ്റീവില് ഗവൺമെന്റിന്റെ ഒരു ലാൻഡില് 2.5 acres ഓഫ് ലാൻഡില് 168 crore ആണെന്ന് തോന്നുന്നു സ്പെൻഡ് ചെയ്ത് പുള്ളി ഇപ്പം ഈ ലാസ്റ്റ് മന്ത് ആയിരുന്നു ഇനോഗ്രേഷൻ. മുംബൈയിൽ ഒരു ഹോസ്പിറ്റൽ പെറ്റ്സിന് വേണ്ടിയിട്ട്. അവിടെ ഇപ്പൊ CT സ്കാൻ ഇതുപോലെ തന്നെയുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. CT സ്കാൻ ഉണ്ട്. നമുക്കിവിടെ കേരളത്തില് നമുക്കിവിടെ CT സ്കാൻ ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെ ഈ ഒരു എന്താ പറയുക, പെറ്റ്സിന് വേണ്ടിയിട്ട് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ഹ്യൂമൻ പോലെ തന്നെയുള്ള ഇതിലേക്ക് വന്നു തുടങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിലും ഇനി ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പാൻഷൻ നമ്മൾ പോവുകയാണ്. നമുക്ക് ഇൻ ആൻഡ് അറൌണ്ട് ഇവിടെ തന്നെയും പുറത്തും ഒക്കെ ആയിട്ട് നമ്മൾ
ഹോസ്പിറ്റൽസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പുതിയ പരിപാടിയാണ്. തുടങ്ങാനുള്ള പ്ലാൻ Yeah, ഉണ്ട്. yeah, definitely. ഇപ്പൊ നമുക്ക് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ. അടുത്ത ഘട്ടം എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റിന് പുറത്തു പോകാനാണോ അതോ അല്ല, സ്റ്റേറ്റിന് വിതിൻ ദ സ്റ്റേറ്റ് വേറെ സ്ഥലങ്ങളിലേക്ക് മറ്റ് മെട്രോകളിലേക്കൊക്കെ? നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ. കാരണം പെറ്റ്സ് ഇപ്പൊ ഇവിടെ വരുന്നത് ഈ പറഞ്ഞ പോലെ നിയർ ബൈ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വരുന്നു. അത് പറ്റുള്ളൂ അവരെ അപ്പൊ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവർക്ക് പിന്നീടുള്ള ട്രാൻസ്പോർട്ട് ഒക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വരുന്ന പോലെ വരാൻ പറ്റില്ലല്ലോ ഇത് അതെ, അതെ. ആളെയും കൊണ്ട് പെണ്ണിനെയും കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അതിന് കുറച്ചും കൂടെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തുള്ള ഏരിയകളിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള പേപ്പർ വർക്ക്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഈ ഒരു വർഷം ഉണ്ടാവും, 1-2 വർഷത്തിനുള്ളിൽ തന്നെ. പിന്നെ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു ഇയറിൽ തന്നെ നമ്മൾ പ്ലാനിലുള്ളതാണ്. ഒരു 7 to 8 ഹോസ്പിറ്റൽസ് നമ്മൾ 7 to 8 ആണ് നമ്മൾ അറ്റ് എ ടൈം തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടത്തെ അരുമകൾക്ക് കിട്ടുന്ന സ്നേഹം മറ്റുള്ള സ്ഥലത്തേക്ക് കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം പെറ്റ് പേരൻസിന് അങ്ങനെ ഒരു റിക്വയർമെന്റ് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ. ഇപ്പൊ 2 വർഷമായി തുടങ്ങിയിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിലെ ഇടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചലഞ്ചസ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റുന്ന, ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായോ? അതോ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മളത് സുധനത് ഓവർകം ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും? എല്ലാ ബിസിനസ്സിലും നമുക്ക് ചലഞ്ചസ് ഉണ്ട്. ചലഞ്ചസ് എന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു മെയിൻ കാര്യം, നമ്മളിവിടെ NGOs വഴി നമുക്കിവിടെ ഈ സ്ട്രേ ഡോഗ്സിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മളിവിടെ ഒരു സ്പെഷ്യൽ റേറ്റ്സിൽ നമ്മള് അവർക്കുള്ള കെയർ കാര്യങ്ങളെല്ലാം. എന്നാൽ ട്രീറ്റ്മെന്റിൽ നമുക്ക് വേറെ എന്താ പറയുന്ന ഒരു ഡിഫറൻസിയേഷനും ഇല്ല. ഞാനും എല്ലാ സ്ഥലത്തും രാവിലെ വന്നു കഴിഞ്ഞാല് വിസിറ്റ് നടത്തുന്നതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവരുടെ IP-യിലാണ്. മനസ്സിലായോ? നമുക്കിവിടെ IP ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് IP ഉണ്ട്. അപ്പം ഒരു 8 ഡോഗ്സ് അതിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മള് ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് എല്ലാ ബിസിനസ്സിനും ഉള്ള ചലഞ്ചസ് ഇതിനും ഉണ്ട്. വളരെ എക്സ്പെൻസീവ് ആണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പെറ്റ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇതിനും. അപ്പൊ അതുകൊണ്ട് ടെക്നോളജി വൈസ് ഒക്കെ ഉള്ള ഇൻവെസ്റ്റ്മെന്റും ഒക്കെ നമുക്ക് അത്രയും ഉള്ളതുകൊണ്ടും അതൊക്കെയാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഫിനാൻഷ്യൽ ചലഞ്ചസ് വലിയൊരു ചലഞ്ചസ് ആണ് ഇതിന്റെ അകത്ത് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുനടക്കാൻ. ഇത്രയും ഇത് വരുമ്പോ ഒബ്വിയസ്ലി നമ്മൾ സാധാരണ ഇപ്പൊ ആൾക്കാർ അങ്ങനെ കുറച്ച് നമുക്ക് സാധാരണയിൽ നിന്നുള്ള എക്സ്പെൻസീവ് ആകുമ്പോൾ അങ്ങനെയുള്ള ലെവലിലേക്ക് ആൾക്കാരും സ്പെൻഡിങ് മനോഭാവം ഉണ്ടോ ആൾക്കാർക്ക് എങ്ങനെ മൊത്തത്തില്? അതോ അവിടെ അവരൊരു വില കൂടിയ പെറ്റ്സിനെ വാങ്ങും, പക്ഷെ ഒരു കൺസർവേറ്റീവ് ആണോ പലപ്പോഴും ചെലവ് ചെയ്യാനൊക്കെ ആയിട്ടോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് റിക്വയർമെന്റിനാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു കൊച്ചിന് അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിന്റെ അകത്ത്. ഈവൻ അതിന്റെ അകത്ത് ഈ പറയുന്ന എന്താ പറയുന്ന സ്ട്രേ ഡോഗ്സിന് പോലും ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. അത്രയും നല്ല മനസ്ഥിതിയുള്ള ആൾക്കാരാണ് ഞാൻ പറയുവാണെങ്കിൽ. അത് ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ വരുന്നവരാണെങ്കിൽ നമ്മളാണെങ്കിലും ഒക്കെ അങ്ങനത്തെ സപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ ഫ്രീ വാക്സിനേഷൻ ഡ്രൈവ് നടത്താറുണ്ട്. ഈ പറയുന്ന പോലെ സ്ട്രേ ഡോഗ്സിന് നമ്മൾ പോയി അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ്സുകൾ അതിലൊക്കെ ഇപ്പം ഡോക്ടേഴ്സുകൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്ക് കോഴ്സസ് ഒക്കെ പോകുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തും ഇവിടെയൊക്കെ ആയിട്ടുള്ള സ്കൂൾസിലേക്ക്, സ്കൂളിൽ നിന്ന് പിള്ളേർ ഇവിടെ വരുന്നുണ്ട്, വിസിറ്റ്സുകൾ നടത്തുന്നുണ്ട്. അപ്പം പിള്ളേർക്ക് ആ ചെറുപ്പം മുതലേ പെറ്റ്സിനോടുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളും എല്ലാം വരും. പിന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. അങ്ങനത്തെ ഉള്ള ഇതൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ സുധിന്റെ ഫാമിലി എങ്ങനെയാ? ഫാമിലി വൈഫ് സില്ലു ഇത് ഇവിടെ ഇൻവോൾവ് ആണോ? ആള് ഇതിന്റെ പാർട്ട്ണറാണ്. പക്ഷെ എന്റെ അക്വാസ എന്ന് പറഞ്ഞ ഇതിന്റെ അകത്തെ കാര്യങ്ങളാണ് ഇപ്പൊ നോക്കുന്നത്. ഞാൻ കൂടുതലും ഇപ്പം ഹോസ്പിറ്റലിലേക്കാണ് എന്റെ കാര്യങ്ങൾ ഫുള്ള് ഞാൻ നോക്കുന്നത്. അപ്പം എടപ്പള്ളിയിൽ എനിക്കൊരു ഓഫീസുണ്ട്. അപ്പം അവിടുത്തെ അക്വാസാന്റെ കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത് സിൽവ ഹാൻഡിൽ ചെയ്യുന്നത്. നന്നായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഞാൻ കൊണ്ടു നടക്കുന്നതിനേക്കാൾ നന്നായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതാണ് വേണ്ടത്. നമ്മളെ സംബന്ധിച്ച് 2 വർഷം കൂടുതൽ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിലൊരു കുറവ് വരാൻ പാടില്ല. നന്നായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മോളുണ്ട്. മൂത്ത മോളാണ്. മോള് സാന്ദ്ര.
ആന്ധ്ര ഇവിടെ മണിപ്പാലിലെ MIT-യില് ഇന്റീരിയർ ഡിസൈനിങ്ങിന് പഠിക്കുന്നു. ഇപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. മോൻ സ്റ്റീവ് ഇപ്പൊ 10th ക്രിസ്ത്യന്തി കാക്കനാടാണ് പഠിക്കുന്നത്. വളരെ സന്തുഷ്ടമായിട്ട് എന്താ പറയാ സന്തുഷ്ടമായ സന്തോഷമുള്ള കുടുംബമാണ്. വെരി ഗുഡ്. അങ്ങനെ പോകുന്നു. ഓക്കെ. പിന്നെ ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിലേക്കൊക്കെ പുതിയ പിള്ളേര് പലരും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിലേക്ക് ഒരു താല്പര്യം കണ്ട് ഇപ്പൊ ചിലപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ വരുന്നവരോട് എന്താണ് സുധിന് പറയാനുള്ളൊരു മെസ്സേജ് എന്താ, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്താണ് ഈ ഒരു ബിസിനസ് മോഡലിലേക്ക്? ആക്ച്വലി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു ബിസിനസ്സാണ്, നോ ഡൗട്ട് അബൌട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും അടുത്ത ലെവലിൽ കിട്ടുന്നത് തന്നെ ഇതൊരു ഫ്യൂച്ചർ ഉള്ള ബിസിനസ്സാണ്, ഗ്രോത്ത് ഉള്ള ബിസിനസ്സാണ്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലെല്ലാം ഇത്രയും നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇതിന്റെ റിട്ടേൺസ് നമ്മൾ ഒന്ന് പഠിച്ചിട്ട് വേണം പഠിക്കണം. നല്ലൊരു ടീം, ഡോക്ടേഴ്സ് നല്ലൊരു ടീം ഉണ്ടാവും. വെറുതെ നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിനുള്ള നല്ല പാഷനേറ്റ് ആയിട്ടുള്ള വെറ്റിനറി ഡോക്ടേഴ്സ് വേണം. പിന്നെ ബാക്കി വെറ്റ് അസിസ്റ്റൻസും എല്ലാവരും ഒരു ഫുൾ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയാണല്ലോ ഇതിനകത്ത് എല്ലാ സ്ഥാനത്തിന്റെയും കാരണം നമ്മളൊരു ഏത് ബിസിനസ്സിലാവുമ്പോ ഒരു കാര്യം നോക്കിയാൽ പറയല്ലോ, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം നിരന്ന് കിടക്കാണ്. അപ്പൊ പറഞ്ഞാൽ ഒരു ഡോക്ടർക്ക് കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഒരു ഹോസ്പിറ്റൽ നടത്താന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് പറ്റണമെന്നില്ല. കാരണം അതിൽ 100 കണക്കിന് കാര്യങ്ങൾ. അതുകൊണ്ട് കൂടുതലും അഡ്മിൻ കാര്യങ്ങളാണ് കൂടുതലും. ടോട്ടലി വന്നിട്ട് എത്ര വർഷം? 25 വർഷം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഹോട്ടൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ? ഞങ്ങൾ ആക്ച്വലി ഒരു ബിസിനസ് ഫാമിലിയാണ്. അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ചെയ്യാനായിട്ടുള്ള മനസ്ഥിതി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടല്ല. എനിക്ക് ഞായറാഴ്ച വരുന്നത് എനിക്ക് ബുദ്ധിമുട്ട്. ഇവിടെ വന്നപ്പോ അത് മാറി. അപ്പൊ അങ്ങനെ അതേ ഉള്ളൂ ബുദ്ധിമുട്ട്, വേറെ. അപ്പൊ സുധി, എന്തായാലും നമ്മള് മനുഷ്യർ സാധാരണ എല്ലാവരും വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടാവും, ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടാവും സ്വന്തം ആവശ്യത്തിന്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒത്തിരി കാണുന്ന ആൾക്കാർക്ക് ഒത്തിരി താല്പര്യം ഉണ്ടാവും ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണം. ഞാനൊക്കെ വെറ്റിനറിന്ന് കണ്ട് സിനിമയിലാണ് കണ്ടേക്കുന്നത്. പട്ടീനെയും പശുവിനെയൊക്കെ കൊണ്ടുവന്ന് മൃഗാശുപത്രിയിലേക്ക് കൊള്ളുന്നു, അവിടെ ചില കാണിക്കുന്നു, അങ്ങനെയുള്ളതൊക്കെയാണ്. അത് അപ്പൊ ഞാനും അങ്ങനെ പോയിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ അരുമകളെയും നമ്മൾ എങ്ങനെ നോക്കുന്നു, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ളത് നമുക്കൊന്ന് ലൈവായിട്ട് നമുക്കൊന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റലിലെ എല്ലാ ഫെസിലിറ്റിയും ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്യാം, കാണിക്കാം. അപ്പം അറിയാലോ എങ്ങനെയാന്നുള്ളത്. അതെ, അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാം. ഒരു നമ്മുടെ ഒരു അരുമ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഒരു കാറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡോഗ്, അവരെങ്ങനെയാണ് ബേർഡ്സ് ആയിക്കോട്ടെ, എങ്ങനെയാണ് എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്, പലർക്കും അറിയാൻ പാണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടാലോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ സുധിനെ, ഇപ്പൊ നമുക്ക് മനുഷ്യർ വരുമ്പോൾ എല്ലാവർക്കും ഒരു മനുഷ്യർ സാധ്യത ഹോസ്പിറ്റലിൽ പോയി അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ അരുമകളെയും കൊണ്ടുവരുന്ന ആൾക്കാര് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ സ്വാഗതം ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെ, എങ്ങനെയാണ് നമ്മൾ അവരുടെ സിസ്റ്റം? നമ്മൾ ഫസ്റ്റ് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ ആണ്. അതെ, ഓക്കെ. വേ ഇവിടെ എടുക്കാൻ പറ്റും. നോർമലി കാണുന്നതിനേക്കാൾ ഇത് ഒരു വെയിങ് മെഷീൻ ആണ്. ശരി. പെറ്റിനെ നിർത്തി കഴിയുമ്പോൾ നമ്മളെന്തായാലും കിട്ടും, വേ ചെയ്യാം. ആർക്കാണെങ്കിലും ഇലക്ട്രിക് അപ്പം അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്കിവിടെ ഓൺലൈൻ ആണ്. ഒന്നും ചാർട്ട് സിസ്റ്റംസോ ഇല്ല, എല്ലാം പേപ്പർലെസ് കോൺസെപ്റ്റ് ആണ്. ആദ്യമായിട്ട് വരുന്ന ആളാണ് പുതിയ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഉണ്ടാവും. നമ്മള് 200 rupees കൺസൾട്ടേഷൻ ഫീസ് എടുക്കത്തുള്ളൂ. 100 rupees രജിസ്ട്രേഷൻ. പുതിയൊരു കസ്റ്റമർ ആണെങ്കിൽ കാണുന്ന ഒരു പ്രീമിയം ലുക്ക് വൈസും ചാർജ് ചെയ്യുന്നില്ല, മിനിമം ലെവലിൽ ചാർജ് ചെയ്യുന്നുള്ളൂ. 200 rupees എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ചാർജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വാക്സിൻ റൂമുണ്ട്. കാരണം മറ്റുള്ള ഇതുമായിട്ട് ഒരു ഇതും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വാക്സിനേഷൻ, വേറെ കേസസ് ഒന്നും ഇതിന്റെ അകത്ത് കയറ്റത്തില്ല. എത്ര ബിസി ആണെങ്കിലും നമ്മൾ കയറ്റത്തില്ല. വാക്സിന് വേണ്ടിയിട്ട് മാത്രം വൺ അറ്റ് എ ടൈം. അത് കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഓൾ ടുഗദർ ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫാർമസിയാണ്. ഫാർമസി എല്ലാം 24 hours ഫാർമസി, ചെറിയൊരു സ്റ്റോർ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് അല്ലേ? എല്ലാം ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വേറെ സ്റ്റോർ ഉണ്ട്.
കസ്റ്റമേഴ്സിന് ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാറ്റ്സും ഡോഗ്സും ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് ഇവിടെ side തന്നെ ആയിട്ട് വളരെ എടുത്താൽ മനോഹരമായിട്ട് തന്നെ ബാക്കി ചെയ്തിട്ടുണ്ട് ഇതില് actually. ഇവിടെ Doctors. ഇരിക്കാം. ഇതാണ് നമ്മുടെ ടാഗ് ലൈൻ പെറ്റീസ് ഫാമിലി. അതെ, നമ്മുടെ ടാഗ് ലൈൻ പെറ്റീസ് ഫാമിലിയാണ് ഡോക്ടേഴ്സിന്റെ. അതെ, ഇപ്പം അല്ല എല്ലാവരുടെയും ഫാമിലിയുടെ ഭാഗം തന്നെയാണല്ലേ. എനിക്കോട് മനുഷ്യരുടെ വിലയേക്കാൾ കൂടുതലുള്ള പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഒത്തിരി ലക്ഷങ്ങൾ കൊടുക്കേണ്ടവരൊക്കെ ഉണ്ട് ആക്ച്വലി. ഇതെല്ലാം നമുക്കിവിടെ 5 എക്സാമിനേഷൻ റൂംസ് ആണ് ഉള്ളത്. ശരി. അപ്പം ഇത് രണ്ടും കാറ്റ്സിനും ബേർഡ്സിനും മാത്രമായിട്ടുള്ള, അതുകൊണ്ടാണ് നമ്മൾ മെഷ് ചെയ്തിരിക്കുന്നത് ടോപ്പില്. ഇതാണ് അതെ, നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടേബിളോ കാര്യങ്ങളോ ഒന്നും അല്ല. എല്ലാം ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്ന. ഗ്രാനൈറ്റ് ഇതാവുമ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കേസസിന് വേണ്ടിയിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ളത് വരുവാണെങ്കിൽ ഉള്ളതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഫെസിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഡോക്ടേഴ്സിന്റെ ക്യാബിനാണ്. അതെ, ഡോക്ടേഴ്സിനുള്ള ക്യാബിൻസ്. ഇപ്പം സർജറി നടക്കുന്നതാണ്, ഡോക്ടേഴ്സ് എല്ലാം തിയേറ്ററിലോട്ട് മാറിയതാണ്. ഇതെല്ലാം മെയിൻ ആയിട്ട് ഇനി ഈ ഭാഗമൊക്കെ ഡോക്ടേഴ്സിനുള്ള സ്പേസ് ആണ്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഒരു നമ്മുടെ സ്കാനിങ് ഇവിടെയാണ്. ശരി. സ്കാൻ മെഷീൻ ലേറ്റസ്റ്റ് മെഷീനാണ് ഇരിക്കുന്നത്. ഡോക്ടേഴ്സിനും കസ്റ്റമേഴ്സിനും ഉള്ള ഒരു വാഷ്റൂം അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് ഈ ഒരു ഫെസിലിറ്റിയാണ്. ബാക്കിയുള്ള എല്ലാം പ്രത്യേകിച്ച് നിലയിലായിട്ടാണ്, 4 നിലയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. ഒരു ഫ്ലോർ പ്ലേറ്റ് ഒരു 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് സ്റ്റീൽ സ്ട്രക്ചറാണ്. കംപ്ലീറ്റ് നമ്മള് ഒരു ഗ്രീൻ ബിൽഡിംഗ് ഒന്നും കേട്ടിട്ടില്ല. നമ്മൾ ആക്ച്വലി ഇതിന്റെ ഷീറ്റിന്റെ മേളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളൊരു ഗ്രീൻ ബിൽഡിംഗ് കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അല്ല, ഇത് ശരിക്കും ഒരു നല്ലൊരു ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ പെറ്റ്സ് വന്നും ഒക്കെ പോകുന്ന സമയമാകുമ്പോ ഇതുപോലെ വിചാരിക്കുന്ന പോലെ അവരുടെ ക്ലീൻനെസ് നമ്മള് നിലനിർത്താൻ പറ്റിയേക്കണം. ഞാൻ പറഞ്ഞില്ലേ, 2 കൊല്ലം മുമ്പ് നമ്മള് വന്ന് കണ്ടതിനേക്കാളും മനോഹരമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒട്ടും മോശമായിട്ടില്ല. സാധാരണ പലരും തുടങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകും, പിന്നെ അതിന്റെ ഹൈജീനിറ്റിയും ഭംഗിയൊക്കെ അങ്ങ് പോവാ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ മെയിൻ സ്റ്റോർ. ഇത് എല്ലാവർക്കും വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ. സൂപ്പർ മാർക്കറ്റ് ആണ് അവരുടെ കാര്യങ്ങള് കംപ്ലീറ്റ് നമുക്കുണ്ട്. എല്ലാ പ്രൊഡക്ട്സുകളും ഈ ന്യൂട്രീഷൻസ് ഒക്കെ നമ്മള് ഉണ്ടാവില്ല. എല്ലാം ഈ ഫുഡ് മോസ്റ്റ്ലി എല്ലാം ഇമ്പോർട്ടഡ് ആണ്. അത്രയും ക്വാളിറ്റി ഉണ്ട് എല്ലാത്തിനും. കസ്റ്റമേഴ്സിന് വേണ്ടതും അങ്ങനത്തെ ഉള്ള ഫുഡുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതെല്ലാം അതിന്റെ അക്സസറീസ് കാര്യങ്ങള്, ലീഷ്, ഹാർനസ്, അതുപോലെ തന്നെ ട്രീറ്റ്സുകള്, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന ഓരോരോ ട്രീറ്റ്സുകളാണ് ഇതെല്ലാം. അത് കാറ്റ്സിനുണ്ട്, ഡോഗ്സിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കാറ്റ്സിനൊക്കെ നമ്മള് നശിക്കാനായിട്ടുള്ള സിപ്പപ്സുകള്, അങ്ങനെ ഇതെല്ലാം കാറ്റ് ഫുഡുകളാണ്. ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട് കാറ്റ്സിന് വേണ്ടിയിട്ടുള്ളതും ഡോഗ്സിന് വേണ്ടിയിട്ടുള്ളതും എല്ലാം. ഈ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു റേഷ്യോ എങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പൊ കാറ്റ്സ് ആണോ ഡോഗ് ആണോ ഏറ്റവും കൂടുതൽ അതുപോലെ ഇപ്പൊ ആൾക്കാർ ഒത്തിരി പേര് എക്സോട്ടിക്സും ബേർഡ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. ബേർഡ്സുകൾ വരുന്നതാണ്. ഒത്തിരി ബേർഡ്സുകൾ വരും, എക്സോട്ടിക്സും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, ഈ പെറ്റ്സിനെ വളർത്തുന്ന ഇത് കൂടിയിട്ടുണ്ട് ആൾക്കാർക്കുള്ള ഹാബിറ്റ് ആയിട്ടും കൂടിയിട്ടുണ്ട്. പെറ്റ്സ് ഒരു പാർട്ട് ഓഫ് ഫാമിലി തന്നെയാന്ന് പറയാം. അടുത്ത ലെവലിൽ അത് കൂടുള്ളൂ. പപ്പി സെയിലായിട്ടാണെങ്കിലും കേട്ട് നല്ല ഒരു അതുപോലെ എനിക്ക് കുറെ ഒത്തിരി ഇമ്പോർട്ടഡ് ഒക്കെ വരുന്നുണ്ട്. ഒത്തിരി ഇമ്പോർട്ട് ഉണ്ടല്ലോ. ഞാൻ പിന്നെ ഒരിക്കൽ ഞാൻ എയർപോർട്ടിൽ വന്നപ്പോ ഇത് നമ്മളിങ്ങനെ മറ്റേ ബാഗേജ് നോക്കി 2 നല്ല പൂച്ചക്കുട്ടികള് നമുക്ക് ഒപ്പം തന്നെ നമുക്ക് കൊണ്ടുവരാവുന്ന ഇപ്പം റൂളൊക്കെ ഒത്തിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റതുപോലെ പോകേണ്ട ആവശ്യമില്ല, ലഗേജിൽ പോകേണ്ട കാര്യങ്ങളില്ല. ഇതാണ് നമ്മുടെ എക്സ്റേ റൂം അല്ലേ. നമുക്ക് എക്സ്റേ ഫെസിലിറ്റി ഉള്ള റൂമാണ്.
ഇത് ഡിജിറ്റൽ എക്സ്റേ ആണ് നമ്മുടെ ഡിജിറ്റൽ എക്സ്റേ ആണ് ആക്ച്വലി ഏറ്റവും ലേറ്റസ്റ്റ് എക്സ്റേ. മറ്റതുപോലെ ഫിലിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സിസ്റ്റത്തിൽ കിട്ടും. അപ്പം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ക്ലാരിറ്റിയോടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്യൂജിയുടെ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ ഉണ്ട്, ശരിയാണ്. പിന്നെ ഇത് വൺ ടൈം ആണ്, പക്ഷെ പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കിയുള്ള തിയേറ്ററും കാര്യങ്ങളും, ലാബ്, ഓട്ടോക്ലേവ് ഒക്കെ ഇവിടെയാണ്. നമ്മുടെ സർജറിയുടെ ഇതെല്ലാം ഓട്ടോക്ലേവ് എന്ന് പറയും. ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഇത് ചെയ്യുന്നതാണോ, സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റീമറിൽ വെച്ച് അങ്ങനെ ഇതൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇതിന്റെ അകത്തുള്ളതെല്ലാം ഇൻസ്ട്രുമെന്റ്സ് എല്ലാം സ്റ്റെറിലൈസ്ഡ് ആണല്ലേ. അങ്ങനെ. അതുപോലെ തന്നെ ലാബ് ഇതാണ് ലാബ് കംപ്ലീറ്റ് ലേറ്റസ്റ്റ് മെഷീൻസ് ഇരിക്കുന്ന എല്ലാം. CBC മെഷീനും ഡ്രൈ കെമിസ്ട്രി ഒക്കെ, പ്രൊജസ്ട്രോൺ ഒക്കെ നോക്കാനായിട്ട് ഇങ്ങനത്തെ മെഷീൻസ് ഒക്കെ ഇപ്പം കേരളത്തിൽ തന്നെ നമ്മുടെ ബോർഡിംഗ് ഫെസിലിറ്റി ആണ്. എയർ കണ്ടീഷൻഡ് ബോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട് നമുക്ക്. സ്മോൾ ബ്രീഡ്സിന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു 7 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന AC ആണ്. അതൊരു പ്ലേ ഏരിയയും കാര്യങ്ങളും. ഇതിപ്പോ മെയിൻ ആയിട്ട് അവർക്ക് ആവശ്യം വരുന്നത് അവരിപ്പോ എവിടെയെങ്കിലും മൂവ് ചെയ്യാനൊക്കെ. അതെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെന്ത് ബ്രീഡ് പറയാ? ഷിറ്റ്സു ആണ്. എനിക്ക് 2 പേരുണ്ട് ഇതുപോലത്തെ വീട്ടില്. ആണല്ലേ. ഭയങ്കര ഫ്രണ്ട്ലി ഡോഗാ. അങ്ങനെ ഇത് മറ്റേ നമ്മള് സ്കൂളിൽ കാലത്ത് കൊച്ചിനെ LKG കൂടെ പ്ലേ സ്കൂളിലാക്കിയിട്ട് തിരിച്ചെടുക്കുമല്ലോ. വൈകുന്നേരം പോയി പിക്ക് ചെയ്യണ പോലെ ലയിപ്പിച്ച് കൊടുത്തിട്ട് പോകും. പിന്നെ എന്തെങ്കിലും എമർജൻസി ഒക്കെ ആൾക്കാർക്ക് എവിടെയെങ്കിലും പോണ്ടി വന്നു കഴിഞ്ഞാൽ പണിയാണല്ലോ അല്ലെ. നല്ല AC-ക്കകത്തല്ലേ. അതെ, അതിന്റെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കും, എല്ലാം ചെയ്യും. ഇപ്പൊ ഇവർക്ക് ഇത്രയും ഒരു സ്പേസ് ഉള്ള ഓടി കളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടല്ലോ. Simba? Simba? Hey, Simba? Simba? നമ്മള് ചെറിയ എല്ലാം വലിയ കേജും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഇതാണ്. ഫുൾ സ്റ്റീൽ സ്ട്രക്ചർ ആണ് അല്ലെ. കംപ്ലീറ്റ് സ്റ്റീലാണ്. ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റില് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. നല്ലതാണ്. അവിടെ ചെറിയൊരു നല്ലൊരു ഗ്രീനറി ആയിട്ട് ഇവിടെ നമുക്കൊരു ഓപ്പൺ സ്പേസ് ഒക്കെ ആയിട്ട്. ഇവിടെ ചിലപ്പം വൈകുന്നേരം ഒക്കെ ആയാല് പെറ്റ് പേരൻസ് വന്ന് ഇരിക്കും, പെറ്റിനെയും കൊണ്ട് കളിപ്പിക്കും. അവരുടെ IPയിലൊക്കെ അവരുടെ ഒരു പാർട്ടി ഏരിയ. അതെ, പെറ്റ്സിനെയും കൊണ്ട് അവർ വരും. IPയിലൊക്കെ അഡ്മിറ്റഡ് ഒക്കെയാണ് അവർ വൈകുന്നേരം വരും. അതുപോലെ തന്നെ നമുക്ക് ബോർഡിങ്ങിലുള്ളവരെ ഇവിടെ അഴിച്ചുവിടാൻ ഫ്രീ ആയിട്ട്, എങ്ങോട്ടും പോകത്തില്ല. എല്ലാം ഫുൾ സെക്യൂർഡ്. അപ്പൊ അങ്ങനെ വൈകുന്നേരം ഇപ്പം പകലായതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇവിടെ. വൈകുന്നേരം നല്ല കാറ്റും ഒക്കെ ആയിട്ട് ഇരിക്കാം. ഉള്ള സ്ഥലത്ത് നമ്മളൊരു ഗ്രീൻ അതുപോലെ തന്നെ നമുക്കൊരു ലോഞ്ചാണ്. കസ്റ്റമേഴ്സിന് വന്നിരിക്കാം, സെൽഫായിട്ട് കോഫി ടീ എടുക്കാം. വെരി ഗുഡ്. സർജറിയോ അല്ലെങ്കിൽ ഗ്രൂമിങ് സമയത്തൊക്കെ അവർക്ക് ഇവിടെ വന്ന് ഇരിക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് നമുക്ക്. അവരുടെ ആള് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇവിടെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക അല്ലേ. അത് ശരി. നമ്മളും പണ്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുമല്ലോ. സർജറി ഒക്കെ വെയിറ്റ് ചെയ്യുമല്ലോ. അവർ വെയിറ്റ് ചെയ്യും. നമ്മളൊക്കെ പലപ്പോഴും ഇരുന്നിട്ടുണ്ടല്ലോ. ഫാദർ മദറൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സർജറിക്ക് പോകുമ്പോൾ നമ്മൾ പുറത്തിരിക്കും. 2 മണിക്കൂർ ഇരിക്കുമെന്ന് പറയുമ്പോൾ നോക്കിയിരിക്കും, കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് പോലെ. നമ്മുടെ IP ആണ്, ഇൻപേഷ്യൻസിന്റെ ഇതാണ്. എല്ലാം ഡിഫറെന്റ് കേജസ്, ക്യാറ്റ്സിനുള്ളത്. ഒരാൾ കരയുന്നുണ്ടല്ലോ ഇവിടെ ഇരുന്ന്. ആളുണ്ട്. ഒരാളെ വേണമെങ്കിൽ ക്ലോസപ്പ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തോ. എന്ത് പറ്റിയിടാ? ഇത് കഴിഞ്ഞ പിന്നെ നമുക്ക് അടുത്തത് ഗ്രൂമിംഗ് ആണ്. നമ്മള് സുന്ദരനാകാനുള്ള അസുഖമൊന്നും വേണ്ട, പക്ഷെ ഇത് പറഞ്ഞു വിട്ടാൽ ഞങ്ങൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കിടക്കും അല്ലേ.
ഗ്രൂമിംഗ് നമുക്ക് മാത്രമല്ല ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ബ്യൂട്ടി പാർലറിൽ വിട്ട് മിടിക്കാക്കാം. നമുക്ക് 3 പേരെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി അതായത് വാഷ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഫെസിലിറ്റി ആണ് എല്ലാവരും. ഇതെല്ലാം അതിന്റെ ടബാണ്, വലിയ ടബ് കയറ്റാനുള്ള ടബാണ്. ഷാമ്പൂ ഒക്കെ അത് കഴിഞ്ഞ് അതിനെ ഡ്രൈ ചെയ്ത് ഉം. ഹെയർ കട്ടിങ് എല്ലാം cutting കഴിഞ്ഞ് ചെയ്ത്. നമുക്ക് അങ്ങനെ ഒരു 3 പേർക്ക് അതിനുള്ള സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ നമുക്കുണ്ട്. ഇതൊക്കെ ഹൗ ഓഫൺ അങ്ങനെ നമുക്ക് ഒരു മാസത്തിലൊരിക്കൽ ഷിറ്റ്സ് പോലുള്ള ബ്രീഡ് ആണെങ്കിൽ മന്ത്ലി വൺസ് ചെയ്യാം. തീർച്ചയായിട്ടും വരും. നമ്മളൊക്കെ പണ്ട് മുടി വെട്ടിക്കാൻ പോകുന്ന പോലെയൊക്കെയാണ് അല്ലേ, ഫേഷ്യലൊക്കെ ചെയ്യാൻ പോണ പോലെ. അധികം അവരൊക്കെ ready ആക്കാം. ചെയ്യണ്ട. എന്ന് വെറുതെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റേ ഡോഗ്സിനുള്ള ഒരു ഫെസിലിറ്റി 8 പേരെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു നല്ല ട്രീറ്റ്മെന്റോടുകൂടി എല്ലാരും കിടക്കുവാണ്. സർജറി കഴിഞ്ഞവരുണ്ടാവും, അല്ലാത്തവരും ഒക്കെ ആയിട്ട്. ഇവിടെ ഈ പറഞ്ഞ ഒരുപാട് കേസസ് വരുന്നുണ്ട് അല്ലേ. പിന്നെ ഈ എന്താ പറയുന്ന ഈ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന ഒരാളുടെ കണ്ണൊന്നും ഇല്ല, കംപ്ലീറ്റ് മാഗറ്റ് കൊണ്ടുവന്ന് കംപ്ലീറ്റ് പോയതൊക്കെ ആയിരുന്നു. അത് പിന്നെ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യായിരുന്നു അല്ലേ. അത് ഇറങ്ങി ഒരു 10 days ഒക്കെ IPL ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പ്രശ്നം വരുമല്ലോ അവർക്ക്. നമ്മുടെ ഡൈനിങ് സ്റ്റാഫ് ഡൈനിങ് ചേഞ്ചിങ് റൂം